ഹായ് ഓൾ, നമ്മളിന്ന് സൈക്കോ എന്ന മൂവിയുടെ ജസ്റ്റ് ഒരു ഷോർട്ട് സമ്മറിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈക്കോ ഫിലിം ഡയറക്റ്റഡ് ബൈ ആൽഫ്രഡ് ഹിച്ച് ഹോക്ക്. ഇത് റോബർട്ട് ബ്ലോച്ചിൻ്റെ ഒരു നോവൽ, ഇതേ സെയിം ഒരു നോവൽ ഉണ്ടായിരുന്നു സൈക്കോ എന്ന ടൈറ്റിലിൽ. ആ നോവൽ വെച്ചിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ആൽഫ്രഡ് ഈ ഒരു മൂവി ഇറക്കുന്നത്. ഇതൊരു അമേരിക്കൻ ഹൊറർ ഫിലിമാണ്, റിലീസ്ഡ് ഇൻ ദ ഇയർ 1960. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ജോസഫ് സ്റ്റെഫാനോ ആണ്. ഇതിൻ്റെ ആക്ടേഴ്സ് ആൻ്റണി പെർക്കിൻസ്, ജെന്നത്ത് ലൈ, മറ്റ് ക്യാരക്ടേഴ്സ് നോർമൻ ബേറ്റ്സ്, മെരിയൻ ക്രെയിൻ, പിന്നെ ഒരു സിസ്റ്ററുണ്ട്, ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററും ഉണ്ട്. ഇനി ആൽഫ്രഡ് ഹിച്ച് ഹോക്കിൻ്റെ മറ്റ് മൂവീസ് നോക്കാം. സൈക്കോ മോസ്റ്റ് ഫേമസ്, നെക്സ്റ്റ് വെർട്ടിഗോ, റയർ വിൻഡോ, സ്ട്രേഞ്ചേഴ്സ് ഓൺ എ ട്രീ. ഇത്രയുമാണ് ആൽഫ്രഡ് ഹിച്ച് ഹോക്കിൻ്റെ മോസ്റ്റ് ഫേമസ് മൂവി കളക്ഷൻസ്. ആൽഫ്രഡിൻ്റെ ഈ ഒരു ഫിലിം അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് വർക്ക് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം. ഇതൊരു ഹൊറർ യാനറിൽ വരുന്നൊരു ഫിലിമാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് സീൻസ് ഇൻ സിനിമാറ്റിക് ഹിസ്റ്ററി. ഇതൊരു ലോ ബഡ്ജറ്റ് ഫിലിമായിരുന്നു, ഫിലിംഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സമ്മറി. Psycho tells the story of Marian, an attractive young woman who steals $40,000 from her place of work. മെരിയൻ ക്രെയിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വർക്ക് പ്ലേസിൽ നിന്നും ഒരു $14,000 സ്റ്റീൽ ചെയ്യാണ്, കട്ടെടുക്കുവാണ്. അതെന്തിനാന്ന് വെച്ചാൽ മെരിയൻ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, സാമിന് കുറച്ച് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവർ തമ്മിലുള്ള മാരേജ് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവർ വർക്ക് പ്ലേസിൽ നിന്നും ഇത്രയും എമൗണ്ട് മോഷ്ടിക്കുന്നത്. ഇനി ഈ പൈസയും എടുത്തുകൊണ്ട് സാം താമസിക്കുന്ന വീട്ടിലേക്ക് പോവാണ്, കാലിഫോർണിയയിലേക്കാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ഇവരെ പോലീസ് ഫോളോ ചെയ്യുന്നതും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മരിയൻ പോയി എത്തുന്നത് ഒരു മോട്ടലിലാണ്, ഒരു സ്റ്റേയിലേക്കാണ് പോയി എത്തുന്നത്. അവിടെ വണ്ടി നിർത്തുന്നു. ആ മോട്ടലിൻ്റെ ഓണറാണ് നോർമൻ, NORMAN, നോർമൻ. അപ്പോൾ മോട്ടലിൽ മരിയന് സ്വന്തം പേര് പറഞ്ഞല്ല അവർ അക്കോമഡേറ്റ് ചെയ്യുന്നത്, വേറൊരു ഫേക്ക് നെയിം കൊടുത്തിട്ടാണ്. റൂം ബുക്ക് ചെയ്യുന്നു, ഭക്ഷണത്തിനൊക്കെ ആയിട്ടിങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നോർമനും നോർമൻ്റെ അമ്മയുമായിട്ടൊരു കോറൽ ഉണ്ടാവുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഫുഡ് എടുക്കാനായിട്ട് നോർമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു കോറൽ ഉണ്ടാകുന്നു. റീസൺ എന്ന് പറഞ്ഞാൽ എന്നും നോർമൻ അമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അന്ന് മരിയൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം എന്ന ആഗ്രഹത്താൽ ഒരു കോറൽ നടക്കുന്നു. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാവത്തില്ലേ അത് വിചാരിച്ചിട്ട്. അതിനുശേഷം ഇയാൾ ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് മരിയൻ്റെ അടുത്ത് അമ്മയെക്കുറിച്ചിട്ടൊക്കെ പറയണം, അമ്മ കുറച്ച് ഇൽനെസ്സൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ പറയുന്നു. ആൻഡ് മരിയൻ പറയാണ് എങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തൂടെ. ആ ഒരു മൊമെൻറ്റിൽ നോർമൻ ഭയങ്കരമായിട്ട് മരിയനോട് ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. അതിനുശേഷം മരിയൻ വിചാരിക്കുകയാണ് ഈ ഒരു സ്റ്റോളൻ മണിയൊക്കെ ആയിട്ട് തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു റൂമിലേക്ക് വന്ന് ബാത്റൂമിൽ കയറി കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഷാഡോയി ഫിഗർ ബാത്റൂമിൽ എൻ്റർ ചെയ്യുകയും ഈ മരിയനെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം നോർമൻ ഇവരെ ചെക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ മരിയൻ്റെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. അയാൾ പെട്ടെന്ന് അങ്ങനെ ഷോക്കായെങ്കിലും ആ സ്ഥലമൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് ആ ഒരു പൈസയും അവരുടെ ആ ഒരു ഡെഡ് ബോഡിയൊക്കെ എടുത്ത് ഇവരുടെ കാറിൽ തന്നെ കൊണ്ടുവച്ചിട്ട് അതിനെ ഒരു സേഫസ്റ്റ് ഒരു ചതുപ്പ് പോലെയുള്ള ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മരിയൻ്റെ സിസ്റ്റർ ലൈല ഇവരുടെ മോട്ടലിലേക്ക് വരുന്നുണ്ട്. ഈ മരിയനെ അന്വേഷിച്ച് നോർമൻ്റെ മോട്ടലിലേക്ക് വരുന്നു. ആ ഒരു സ്റ്റോളൻ മണി അതിനെക്കുറിച്ചിട്ടും ആ ഒരു ഇവൻസിനെയൊക്കെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ നോർമൻ പറയുന്നു എനിക്കവരെ അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സ്റ്റോളൻ മണി തിരിച്ചു കൊടുക്കണമല്ലോ ആ കമ്പനിക്ക്. അതിന് വേണ്ടിയിട്ട് കമ്പനി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ വയ്ക്കുന്നുണ്ട്. അവരും ഇവിടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ ഒരു കമ്പനിയാണ് ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തത് ആ ഒരു പൈസ തിരിച്ചു കിട്ടാനായിട്ട്. അവരും ഈ മോട്ടലിലേക്ക് വരുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്, നോർമനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ നോർമൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് നെർവസ് ആവുകയാണ്. എന്നിട്ട് ഇവർ ആ ഒരു രജിസ്റ്ററൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേരിലുള്ള ഒരു ഫേക്ക് ഐ ഡി ആണെങ്കിലും ആ ഒരു പേരൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് സംസാരിച്ചതായൊക്കെ ഇവർ മനസ്സിലാക്കുന്നുമുണ്ട്. എന്നിട്ട് നോർമനോട് പറയാണ് അമ്മയെ കാണണം, അമ്മയും ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നോർമൻ അത് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ നോർമൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അമ്മയെ അന്വേഷിച്ച്. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഒരു ഷാഡോയി ഫിഗർ വീണ്ടും അപ്പിയർ ആവുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നു. ആ ഷാഡോയി ഫിഗർ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇനി സാമും ലൈലയും വീണ്ടും ഈ നോർമൻ്റെ അടുത്തേക്ക് വരുന്നു. ആ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ അന്വേഷിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ അവിടെ നോർമൻ്റെ അമ്മയൊക്കെ ഇവർ കാണുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യും ഈ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ കുറിച്ചിട്ടും. അവിടെ ഇങ്ങനെ അമ്മയെ കണ്ട കാര്യമൊക്കെ പറയുമ്പോൾ പോലീസ് ഓഫീസറാണ് പറയുന്നത് നോർമൻ്റെ അമ്മ ഒരു 10 വർഷത്തിന് മുന്നേ ഒരു സൂയിസൈഡിൽ മരിച്ചതാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ അങ്ങനെ അമ്മയുടെ ഫിഗറൊക്കെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ തിരിച്ചു വന്നിട്ട് ലൈല നോർമൻ്റെ ഒരു വീട്ടിലെ ഒരു റൂമിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകെ ഭയന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടെ നോർമൻ വരുമ്പോൾ അമ്മയുടെ ഒരു ഡെഡ് ബോഡി, ഒരു സ്കെൽറ്റനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം 10 വർഷത്തിന് മുന്നേ തന്നെ അമ്മ മരിച്ചു പോയി എന്നാണ് പോലീസ് ഓഫീസർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഫിഗറാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷെ അത് ആക്ച്വലി ഇറ്റ് ഇസ് എ സ്കെലിറ്റൻ ഓഫ് നോർമൻസ് മദർ. അങ്ങനെ ഇത് കാണുമ്പോൾ ലൈലയെ ഇങ്ങനെ കൊല്ലാനായിട്ട് ഓട്ടിക്കുകയാണ് ചെയ്യുന്നത് നോർമൻ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ഒരു സൈക്കോളജിസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർമൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെയും കൊന്നത്. അമ്മയെ മാത്രമല്ല ലവറിനെയും കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡ്യൂ ടു ജലസി കാരണമാണ്. ഓക്കെ, അപ്പോൾ അമ്മ അലൈവാണ്, ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിൽ നോർമൻ ആ ഡെഡ് ബോഡി ആ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ നോർമൻ്റെ ഒരു ഡ്യുവൽ നേച്ചറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അമ്മയെപ്പോലെ വേഷം മാറിയും ഒക്കെ എന്നെ കാണിക്കുന്നത്. ആദ്യമൊക്കെ അമ്മയോട് സംസാരിച്ച് ഫുഡ് എടുക്കാൻ വന്നപ്പോൾ കോറലൊക്കെ ഉണ്ടായി നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഡ്യുവൽ നേച്ചർ ഓഫ് നോർമനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നോർമൻ്റെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ അവൻ ആരും ഏതൊക്കെ സ്ത്രീകളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു അവിടെ അമ്മയെ പെട്ടെന്ന് ഫീൽ ആവുന്നു. അങ്ങനെ അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്, സ്ത്രീകളെ കൊല്ലുകയാണ് ചെയ്യുന്നത് നോർമൻ. അങ്ങനെ മെരിയനെ, പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ ഒക്കെ കൊല്ലുന്നത് ആര് തന്നെയാണ്? നോർമൻ തന്നെയാണ്. ഈ 2 പേരെ കൊല്ലുന്നതിന് മുന്നേ തന്നെ വേറെയും 2 സ്ത്രീകളെ ഈ നോർമൻ കൊന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് നോർമൻ സെല്ലിലാവുന്നു. മെരിയൻ്റെ കാറ്, സ്റ്റോളൻ ചെയ്ത ആ മണി ഒക്കെ ഇവർ കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തീംസ് ആയിട്ട് ഐഡൻറ്റിറ്റി, ഹ്യൂമൻ സൈക്കെ ഒക്കെ പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജർമ്മൻ എക്സ്പ്രഷനിസം ആൻഡ് ഫിലിം നയർ. ആൻഡ് ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. ഇതിൻ്റെ മറ്റ് തീംസ് ആയിട്ട് ലവ്, മാരേജ്, ഹോം, ഫാമിലി ഒക്കെ പറയാം. നോർമൻ്റെ ഡ്യുവൽ നേച്ചർ അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി നമുക്ക് പറയാൻ പറ്റും. ആൻഡ് സ്റ്റാർട്ടിങ് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് ആണെങ്കിലും ത്രൂ ഔട്ട് ദി എൻഡ് ഒരു ഡാർക്ക്നെസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഷാഡോ ഒക്കെ ഇവിടുത്തെ ഒരു സിമ്പിളായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഫിലിമിൻ്റെ ഷോർട്ട് സമ്മറി. Hope you all got understand. If you have any doubt, ask in the comment section. Thanks for hearing. Subscribe for more contents.